فعن عائشة رضي الله عنها قالت عائشة رضي الله عنها പറയുന്നു توفي رسول الله صلى الله عليه وسلم ودرعه مرهونة عند يهودي في 30 صاعا من شعير. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അവിടുത്തെ യുദ്ധത്തിൽ ശരീരത്തിൽ അണിയുന്ന വസ്ത്രമാണ് ദിർ എന്ന് പറയുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള പടച്ചട്ട, ശരീരം മുഴുവൻ മറയുന്ന തരത്തിലുള്ള വസ്ത്രം. അത് ഒരു യഹൂദിയുടെ അടുക്കൽ പണയം വെച്ചിരിക്കുകയാണ്. ഫീ 30 സ്വാഅൻ മിൻ ഷഈർ, 30 സ്വാഅ് ഷഈർ ബാർലി വാങ്ങാൻ അതിന് പകരമായിക്കൊണ്ട് പണയം വെച്ചിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലിന്റെ ജീവിതം എത്രമാത്രം സുഹുദിലായിരുന്നു എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. ജിസിയയായിട്ടും അതുപോലെ തന്നെ ഗനീമത്തായിട്ടും ധാരാളം സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ വന്നിരുന്നു. പക്ഷെ അതൊക്കെ സ്വതക്ക ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടായത്. മരിക്കുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ട്. ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഒന്നുമില്ല. അതിനുവേണ്ടി 30 ബാർലി എന്ന് പറയുന്നത് അന്നത്തെ വില കുറഞ്ഞ ഭക്ഷണമാണ്. ഗോതമ്പിന്റെ താഴെയാണ് ബാർലി. അപ്പൊ ഈ ബാർലിയാണ്, ഈ വില കുറഞ്ഞ ഈ ഭക്ഷണം പോലും വാങ്ങാൻ സാധിക്കാതെ അത് പണയം വെച്ചിട്ട് വാങ്ങിയ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഈ ഹദീസ് ചില ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയെ സ്നേഹിച്ചിരുന്നു എന്നതിനൊക്കെ തെളിവാക്കുന്നത് കാണാം. അത് അവരുടെ ജഹലിനെയാണ് കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് യഹൂദിയുടെ അടുക്കൽ പണയം വെച്ചു എന്നത് ഉലമാക്കൾ വിശദീകരിക്കുന്നത് പല കാരണങ്ങളാണ്. ഒന്ന്, കുഫാറുകളോട് കച്ചവടവും അതുപോലെയുള്ള ഇടപാടുകളും ആവാം എന്ന് തെളിയിക്കാൻ വേണ്ടി. രണ്ടാമത്തേത്, ഒരു സ്വഹാബിയുടെ അടുക്കൽ പണയം വെച്ചാൽ ആ സ്വഹാബി പണയം വാങ്ങൂല, വെറുതെ കൊടുക്കും. മൂന്നാമത്തേത്, സ്വഹാബത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ സാഹിദീങ്ങളായിരുന്നു. അവരുടെ അടുത്ത് അന്നന്നത്തെ ഭക്ഷണം ഉണ്ടാവുകയുള്ളൂ, ബാക്കിയുള്ളത് സ്വതക്ക ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ആ യഹൂദിയുമായി എന്തെങ്കിലും ബന്ധമുള്ളതായി അയാളുടെ പേര് പോലും ഹദീസുകൾ കാണാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹദ് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം.